എല്ലാവരും സുഖമല്ലേ? ഇന്ന് ക്വിക്കായിട്ടും ഈസി ആയിട്ടും ലൈറ്റായിട്ടുള്ളൊരു ഹോൾ മീൽ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. ചൈനീസ് സ്റ്റൈലിൽ ഫിഷും ബ്രോക്കോളിയും റൈസാണ് ചെയ്യുന്നത്. റൈസിന് ജാസ്മിൻ റൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റിക്കി റൈസ് യൂസ് ചെയ്യാം. ഫിഷ് ഞാൻ ബാരമുണ്ടി പോർഷൻസ് എടുത്തിട്ടുള്ളത്. സാമണോ അല്ലെങ്കിൽ ഏത് ഫ്രഷ് വാട്ടർ ഫിഷ് കാപ്പൊക്കെ പോലത്തെ യൂസ് ചെയ്യാം. സോഫ്റ്റും വൈറ്റും ആയിട്ടുള്ള ഫ്ലഷൊക്കെ നന്നായിട്ടുണ്ടാവും. പിന്നെ പച്ചമുളക് ആവശ്യത്തിന്, ഇഞ്ചി വലിയൊരു കഷ്ണം, സോയ് സോസ്, ഓയിസ്റ്റർ സോസ്, സെസമി ഓയിൽ. ഈ മൂന്നാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. 2 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ് ഇടുക. അതേ അളവിൽ 2 ടേബിൾ സ്പൂൺ സോയ് സോസ്. സോയ് സോസ് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. ഇതിപ്പം ഞാൻ ബാരമുണ്ടി പോർഷൻസ് ഒരു 6-7 പീസ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സെസമി ഓയിൽ ഇടുക. ഇഞ്ചിയും പച്ചമുളകും പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. അതിനി നമുക്ക് ഈ സോസ് മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യാം. അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഫിഷിന് നമുക്ക് ഇതിനെ കൊണ്ട് കോട്ട് ചെയ്ത് വെക്കാം. ഫിഷ് കണ്ടില്ലേ, ബോൺലെസ് ആണ്. ബോൺ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, കഴിക്കുമ്പോൾ സൂക്ഷിച്ചാൽ മതി. ഇനി ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. ഈ ഫിഷിൻ്റെ അകത്ത് നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും. ഇനി നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യാം. വെള്ളം ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ലിഡിടാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഈച്ച് സൈഡ് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഫിഷിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമും വേരി ചെയ്യും. ബാസ ഫില്ലയിലാണെങ്കിൽ വളരെ ചെറിയ സമയം മതി, 2 മിനിറ്റിലൊക്കെ അതായി കിട്ടും. അപ്പം നോക്കി ചെയ്യാം. പിന്നെ ഗാർണിഷിങ്ങിന് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് മേലെ ഇട്ടാൽ നന്നായിട്ടുണ്ടാവും. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫിഷിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾ ചെയ്യാം. ഇന്ന് ബ്രോക്കോളിയാണ് ഞാൻ എടുത്തത്. ഒരു വലിയ ബ്രോക്കോളിയും പിന്നെ ഹാഫ് ബ്രോക്കോളിയും എടുത്തിട്ടുള്ളത്. അതിനെ നമുക്കിങ്ങനെ ഫ്ലോററ്റ്സ് ആക്കാം. പിന്നെ വേണ്ടത് ഗാർലിക് നീളത്തിലരിഞ്ഞത്. ഇനി കുറച്ച് എണ്ണയിൽ ഈ ഗാർലിക്കിനെ വഴറ്റിയെടുക്കാം. ഗാർലിക്ക് നിറയെ വേണം. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ബ്രോക്കോളി അതിൻ്റെ അകത്തേക്ക് ഇടാം. ഈ ഏത് ഗ്രീൻ ലീഫി വെജിറ്റബിളും നന്നായിട്ടുണ്ടാവും. ബോക് ചോയ്, പിന്നെ ചില സ്പിന്നിച്ച് മാത്രം നന്നായിട്ടുണ്ടാവും. പിന്നെ ക്യാരറ്റ്, കോളിഫ്ലവർ, ബീൻസ് എല്ലാം നന്നായിട്ടുണ്ടാവും. ഈ ബ്രോക്കോളി ഇട്ടിട്ട് ഒന്ന് സ്റ്റർ ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് കുക്കാവാൻ പാടില്ല. ഒന്ന് ടോസ് ചെയ്തിട്ട് 1 മിനിറ്റ് നമുക്ക് ലിഡ് ഇട്ടിട്ട് വേവിക്കാം. അതൊന്ന് സോഫ്റ്റായി. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിസ്റ്റർ സോസ് ആഡ് ചെയ്യാം. ആകെ ഇതിൻ്റെ ഫ്ലേവേഴ്സ് ഗാർലിക്കും ഓയിസ്റ്റർ സോസും മാത്രമാണ്. നമ്മൾ പാൻട്രിയിൽ മസ്റ്റായിട്ട് വേണ്ടുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ്: ഓയിസ്റ്റർ സോസ്, സോയ് സോസ്, സെസമി ഓയിൽ. ചൈനീസ് കുക്കിംഗ് ഇഷ്ടമുള്ളവർ. പിന്നെ ഇതിന് കോംബോ ആയിട്ട് ഡ്രിങ്കിന് നമുക്ക് ചൈനീസ് ടീ ആണ് എടുക്കുന്നത്. അതിൻ്റെ അകത്ത് ലീഫ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബോയിലിംഗ് വാട്ടർ ഒഴിക്കാം. എന്നിട്ട് 2 മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോൾ അത് ബ്രൂ ആയിക്കോളും. ഇത് ഈ ഹോൾ മീൽ നമുക്ക് ഒരു 20 മിനിറ്റ്സിൽ ചെയ്തെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടും ലൈറ്റായിട്ടും ഫീൽ ചെയ്യും. കഴിച്ച് കഴിഞ്ഞാൽ റിഫ്രഷിങ്ങുമാണ്. ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമുക്കിതൊക്കെ പ്ലേറ്റ് ചെയ്യാം. ഒരു സ്ലൈസ് ഫിഷും ബ്രോക്കോളിയും അതിൻ്റെ സോസാണ്, ഫിഷിൻ്റെ അകത്തു നിന്നുള്ള സോസ് അത്. ഇനി എക്സ്ട്രാ സ്പൈസിന് വേണ്ടിയിട്ട് ഒരു സോയ് സോസിൻ്റെ അകത്ത് ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രീൻ ടീ ഒഴിക്കാം. ഗ്രീൻ ടീ റെഡിയായി. ട്രൈ ചെയ്ത് നോക്ക്. വളരെ ഹെൽത്തി ആയി.